ഹായ് വെൽക്കം ടു മൈ ചാനൽ കലവറ. നട്ടപ്പാതിരൊക്കെ എവിടേക്ക് ഇറങ്ങിയേക്കെന്ന് ചോദിക്കണ്ട കേട്ടോ. സമയം 2 മണിക്കാണ് വണ്ടി എടുത്തത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടെ ഒന്ന് എറണാകുളം പോണ വഴിയാണ് കേട്ടോ. അപ്പം ചെറിയ മോന് ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തി കിട്ടിയപ്പോഴത്തേന് അത്യാവശ്യം നേരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എനിക്കപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ 5 മിനിറ്റുള്ള അതിന് ട്രെയിൻ എടുക്കാൻ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത്. ഈ കൈ കാണുന്നത് എന്താണെന്നറിയോ? അരണിപ്പൂവ്. എറണാകുളം ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ തണൽ മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ താഴെ പൂക്കൾ വീണ് കിടക്കണ കണ്ടപ്പം അരണിപ്പൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പെറുക്കിയെടുത്ത് കയ്യിൽ പിടിച്ചതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് തൂരാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ വെളിച്ചം വെക്കുമ്പോൾ എണീറ്റ് കുറേ അപ്പുറത്തൊരു വീട്ടിലേക്ക് പോകും കേട്ടോ. തൊടിയിൽ നിന്ന് ഇത് പെറുക്കാൻ. ഇത് ഇത്തിരിയല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ടത് പെറുക്കി ഒരുപാട് ഞാനും കസിൻസും ഉണ്ടാവും. ഞങ്ങൾ പെറുക്കി പിന്നെ മാലയൊക്കെ കോത്ത് വലിയൊരു മാലയാക്കും. പക്ഷെ അപ്പോൾ അതിന് എത്രായിരം പൂക്കൾ വേണ്ടിയിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് ചുമക്കും. പക്ഷെ എത്ര ആയാലും നമുക്കത് കുറേ ദിവസം കൊണ്ടെടുക്കാമല്ലോ. നല്ല സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തത്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഓട്ടോയിൽ കയറി ഞങ്ങൾ വാട്ടർ മെട്രോക്ക് പോരാനുള്ള ഒരു ഇതിലേന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു പ്ലെയിനിലൊക്കെ കയറാൻ ടിക്കറ്റ് എടുത്ത് ഇരിക്കണ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. ആ ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജനൽ തുറന്ന് കിടക്കേനി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ മെട്രോൻ്റെ സമയമായി. അപ്പോൾ ഞങ്ങളിതാ പോയി അതിൽ കയറി കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ അകമൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. അപ്പോൾ ഉള്ളൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയതുകൊണ്ട് സീറ്റൊക്കെ പിടിക്കാൻ പറ്റി കേട്ടോ. പിന്നെ തിരക്കും കുറവായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാനും മോനും ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ സൈഡിൽ ഇങ്ങനെ സ്ഥലം പിടിച്ചു കേട്ടോ. ഞങ്ങൾ 7 ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സാണ് പോയത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ 26 വർഷം കഴിഞ്ഞു ഞങ്ങളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു 3 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ പെൺകുട്ടികൾ മാത്രമായിട്ട് ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളും കണ്ടിട്ടോ. അപ്പോൾ മോനാണിത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ സൈഡിൽ തന്നെ നോക്കി നിന്നപ്പോൾ ഭാഗ്യത്തിന് ഡോൾഫിനൊക്കെ കണ്ടിട്ടോ. വെള്ളത്തിലിങ്ങനെ മറയുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളത് കഴിഞ്ഞിങ്ങനെ പോയത് മട്ടാഞ്ചേരിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ജൂത തെരുവ് ഒന്ന് ഫുള്ളായിട്ട് നടന്ന് കണ്ടിട്ടോ. ലാസ്റ്റൊക്കെ ഇപ്പോൾ മോനൊക്കെ കുഴങ്ങി ഓട്ടോ പിടിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിച്ച് ഓട്ടോ പിടിച്ചു. പക്ഷെ അങ്ങോട്ട് ഇതുണ്ടോ അവിടുത്തെ ഈ പഴയ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നും നോക്കിക്കണ്ട് വില ചോദിച്ച് നടക്കില്ലേ. നേരത്തെ കണ്ട പോട്ടിന് വില ചോദിച്ചപ്പോൾ 1 ലക്ഷമൊക്കെയാണ് പറഞ്ഞത്. 30 ലക്ഷം വരെയുള്ള ഉരുളികളൊക്കെ ഭയങ്കര ഭംഗിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നും കൂടി പോകണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടോ എനിക്കത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ ഒക്കെ പോയി അത് കംപ്ലീറ്റ് ഇങ്ങനെ കണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായില്ല കേട്ടോ ഉച്ചക്കൊന്നും. ഏതായാലും നല്ല വെയിലും ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. മഴക്കാലം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വെള്ളമൊക്കെ നമ്മൾ കരുതിയിരുന്നു. നമ്മൾ ഇപ്പോൾ ഷിഗല്ലയും മറ്റൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് വെള്ളം അത്ര സേഫ് അല്ലല്ലോ. പിന്നെ കുറേ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുപാട് ദൂരം അങ്ങനെ നടന്നു പോയിട്ടോ. ഫുള്ള് കണ്ട് തീർക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല, പക്ഷേ എനിക്ക് ആ സിറ്റി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ജൂതത്തെരുവ് കാരണം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു തരി കുറുമ്പ് പോലും നിലത്തില്ലാതെ അത്ര ക്ലീനായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും നടന്ന് പിന്നെ ഇപ്പം എങ്ങോട്ടാണ് പോകാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സെൻറ്ററിൽ നിൽക്കണം, എവിടെ പോകണമെന്ന്. അപ്പോൾ ഏതായാലും അവിടുന്ന് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച്, കാരണം നമ്മൾ ട്രെയിനിൽ പോയതുകൊണ്ട് പിന്നെ പലയിടത്തേക്കും പോകാൻ ഓട്ടോറിക്ഷ പിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. 2 ഓട്ടോ പിടിക്കേണ്ടി വന്നു. ഞങ്ങൾ 8-9 പേരുണ്ടല്ലോ. അപ്പോൾ 2 ഓട്ടോ പിടിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ പോന്ന് പിന്നെ ഓട്ടോ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു കേട്ടോ. നിങ്ങളിതുപോലൊക്കെ യാത്രകൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യത്തിൽ നമ്മൾ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒരു ദിവസം നമുക്കൊന്ന് ഇങ്ങനെ ഒരിക്കൽ പോയ ഒരു മാസത്തേക്ക് നമുക്കൊന്ന് റീഫ്രഷ് ആയ പോലെയാണ്. നമ്മൾ എല്ലാ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മറന്ന് ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നും. അപ്പോൾ അവിടെ ഒരു കടയിൽ, ആ ജൂതത്തെരുവിൽ ഒരു കടയിൽ കണ്ടതാട്ടോ നമ്മളെ സ്പൈസസ് അതൊക്കെ. കാരണം അവിടെ ആ തെരുവ് പോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഒരു പഴമേടുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. എല്ലാം ഇങ്ങനെ മൺകലത്തിൻ്റെ പല പല മോഡലുകൾ ആക്കി വെച്ചത്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ വാസ്കോഡ ഗാമൻ്റെ അവിടെ കാണാനാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒരു 4 കെട്ട് മോഡലാണ് കിടക്കണല്ലേ. അത് കഴിഞ്ഞാൽ ഈ ചർച്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ ഇതാ വാസ്കോ ഡ ഗാമനെ അടക്കിയുന്ന ആ ഒരു സ്ഥലമൊക്കെ ഇപ്പോൾ അവിടെ ഇല്ലെങ്കിലും അതൊക്കെ ഒന്ന് കണ്ടു. ഭയങ്കര അതിൻ്റെ മേളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി, അതേപോലെ ഭയങ്കര ഒരു നിശബ്ദത കേട്ടോ. ഭയങ്കര ഒരു അതിൽ കയറുന്ന ആളുകളൊക്കെ മൊബൈലൊന്നും ആരതൊന്നും സൗണ്ടില്ലാതെ ഒരു എന്താ പറയുക സംസാരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ അതാ അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ ബിലാൽ ഇറങ്ങി വന്ന ആ കോണിപ്പടി, ആ ബിൽഡിങ് ഞാൻ ഇതാണെന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ ഇതാലെ ആ കോണി അതിങ്ങനെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് അത്ര മനസ്സിലാവണില്ല. എന്നാലും നമ്മളെ മമ്മൂട്ടിനോട് മനസ്സ് കഴിഞ്ഞ് വന്ന് സംസാരിക്കണ ആ രംഗമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കടപ്പുറത്ത് പോയത് കേട്ടോ. വെയിലാണെങ്കിലും അവിടെ നല്ല പടർന്ന് പന്തൽ ചാൽമരങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേവി മ്യൂസിയം കണ്ട് തിരിച്ചു പോന്നു.